നമുക്ക് പാലേക്കരയിലേക്ക് തന്നെ പോകാം. അവിടെ MS ലിഷോയ് നമുക്കൊപ്പം ഉണ്ട്. ലിഷോയ്, ഇപ്പോൾ ബിനിൽ സൂചിപ്പിച്ച പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞൊന്നും ടോൾ പിരിവ് ഒഴിവാക്കരുത് എന്നാണ് NHA ആവശ്യപ്പെട്ട്. ചെറിയ ചെറിയ കുഴികളൊന്നുമല്ല, വലിയ വലിയ കുഴികളാണ്, വലിയ വലിയ ഗതാഗത കുരുക്കാണെന്ന് ലിഷോയ് തന്നെ എത്രയോ വട്ടം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സംവിധാനം ഒരുക്കിയിട്ട് മതി പണം പിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കോടികൾ പിരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ദിവിഷ്, ഇന്നലെ വരെ ഈ പാലിയക്കര ടോൾ റോഡിൽ ഇന്നലെയാണ് മുരിങ്ങൂർ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീണത്. അതായത് അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്ത് വലിയ കുഴി കുഴിച്ചിട്ടിട്ടുണ്ട്. അതായത് ഈ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ഏകദേശം 10 അടിയോളം ഈ ആഴത്തിൽ ആ ഭാഗത്ത് മണ്ണിടിഞ്ഞു പോവുകയും ചെയ്തു. അതാണ് ഇന്ന് മുരിങ്ങൂരിലെ കാര്യം ഹൈക്കോടതി പ്രത്യേകമായി എടുത്തു ചോദിച്ചത്. കാരണം അവിടെ 2 വരിയായി സർവീസ് റോഡിലൂടെ പോകാനുള്ള ഒരു അവസരമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ മണ്ണിടിഞ്ഞതോടുകൂടി വീണ്ടും ഒറ്റ വരിയായി മാത്രമേ വാഹനങ്ങൾക്ക് പോകാനായി സാധിക്കുകയുള്ളൂ. മാത്രമല്ല വലിയ ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങളൊക്കെ തന്നെ പോകുന്ന ഒരിടം കൂടിയാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്തരത്തിൽ റോഡ് ഇടിഞ്ഞു പോവുക, ഒരു സ്ഥലത്തുകൂടി വാഹനങ്ങൾ പോവുക എന്ന് പറയുന്നത്, അതും ടോൾ കൊടുത്ത് പോവുക എന്ന് പറയുന്നത് വലിയ അപകടമുള്ള ഒരു കാര്യമാണ്. വാഹനങ്ങൾ പോവുക എന്നുള്ളത് തന്നെ അപകടം നിറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് അത് ശരിയാക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലും മുൻപ് ഏറ്റവും അധികം ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നത് മുരിങ്ങൂരിലാണ്. ആ മുരിങ്ങൂരിൽ വീണ്ടും ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ടോൾ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അതേസമയം തന്നെ വീണ്ടും മുരിങ്ങൂരിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ ഷാജി കൊടകൊണ്ടത്തുണ്ട്. ഈ ഹർജിക്കാരനാണ്. അപ്പോൾ വീണ്ടും നീട്ടിവെച്ചിരിക്കുകയാണ്. മുരിങ്ങൂരിൽ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അവിടെ ഇടിഞ്ഞു വീണത് ഒരു ഭാഗം. അതായത് ജനങ്ങളുടെയും കോടതിയുടെയും കണ്ണിൽ പൊടിയിട്ട തട്ടിക്കൂട്ട് നിർമ്മാണം നടക്കില്ല എന്ന് കോടതി അസന്നിഗ്ധമായി എന്ന് പറഞ്ഞു. മുരിങ്ങൂരിൽ സർവീസ് റോഡിൽ ഒരു ഗർത്തമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡമില്ലാതെയാണ് ഈ വെഹിക്കുലർ അണ്ടർ പാസേജിൽ പണി നടക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല കോടതി ഇടപെടൽ ഉണ്ടായിട്ട് പോലും ശാസ്ത്രീയമായിട്ട് ഈ സർവീസ് റോഡിൻ്റെ പണി ചെയ്തിട്ടില്ല. ഒരു തട്ടിക്കൂട്ട് പണിയാണ് ചെയ്തിട്ട്. എന്നിട്ട് അവർ എങ്ങനെയെങ്കിലും ടോൾ പിരിക്കണം, അതിനുള്ള ഒരു ശ്രമമാണ്. പിരിവ് തുടങ്ങിക്കഴിഞ്ഞാൽ അധിക ദിവസം റോഡ് നിൽക്കില്ല എന്നുള്ള അവസ്ഥയാണ്. തീർച്ചയായിട്ടും പിരിവ് തുടങ്ങിക്കഴിഞ്ഞാൽ ടോൾ നിർത്തില്ല. പിന്നെ ഇവർ കോടതിയുടെ സൂപ്പർവിഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും പണി നടന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഒന്നും ചെയ്യില്ല. ഇവർ സുപ്രീം കോടതി ഹൈക്കോടതി ശക്തമായ ഇടപെടൽ നടത്തിയോണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് യാത്രക്കാർക്ക് നീതി ലഭിച്ചിട്ടുള്ളത്. ഈ വെഹിക്കുലർ അണ്ടർ പാസേജിൻ്റെ പണി നടക്കുമ്പോൾ ഞങ്ങൾക്ക് കോടതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും രീതിയിൽ കളക്ടറേയും ടെക്നിക്കൽ കമ്മിറ്റിയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് അനുവദിക്കുകയാണെങ്കിൽ തന്നെ 50% ടോളിൻ്റെ ഇവർക്ക് അർഹതയുള്ളൂ. എന്താ കാരണം വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ സാധാരണ സുഗമമായി ഗതാഗതം ചെയ്യാൻ പറ്റില്ല. 4 VUPകളുടെ പണിയാണ് നടക്കണേ. 5ാമത്തെ VUP കൊരട്ടി വന്നു കഴിഞ്ഞാൽ വലിയ ബ്ലോക്ക് ഉണ്ടാവും, വലിയ ഗതാഗത കുരുക്കുണ്ടാവും. അതുകൊണ്ട് 50% ടോള് ഇവർക്ക് അർഹതയുള്ള പിരിക്കാൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന യാത്രക്കാരെ കഷ്ടപ്പെടുന്ന ഈ കൊള്ളയ്ക്കെതിരെ ശക്തമായ ടോൾ പ്ലാസ ഉണ്ടായത് മുതൽ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.